നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഏപ്രിൽ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 25-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 18-ാം തീയതിയാണ്. സൂര്യോദയ സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ 6:19 ചൊവ്വാഴ്ച രാവിലെ 6:19 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചു വരുന്നത്. തുടർന്ന് കേരളത്തെയും ഈ കൊച്ചു കേരളത്തെയും പ്രകൃതിയെയും ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും എല്ലാം അനുഗ്രഹിച്ചാശീർവദിച്ചതിന് ശേഷം ചിലപ്പം ചോദിക്കും, എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നതെന്ന്. എല്ലാ ദിവസവും സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയെയും കൊച്ചു കേരളത്തെയും നമ്മളെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളം വിട്ട് തെക്ക് വശത്തോടി പടിഞ്ഞാറ് ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര തുടരുന്നത്. അങ്ങനെ യാത്ര തുടരുന്നത് ഏകാദശി തിഥിയിലാണ്. ഏകാദശി തിഥിയിൽ കൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് 6:29 അസ്തമിക്കുന്നത്. തുടർന്ന് ചന്ദ്രദേവൻ നിലാവുള്ള ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു. ചന്ദ്രൻ ഇപ്പോൾ പൂർണ്ണ ബലവാനാണ്. ചന്ദ്രന് ബലമുള്ള പക്ഷമാണ്. അപ്പോൾ പൂർണ്ണ നിലാവ് പൊഴിക്കുവാൻ ശേഷിയുള്ളൊരു സമയമാണ്. അങ്ങനെ ഏകാദശി തിഥിയിൽ നിലാവുള്ള ഒരു രാത്രിയുമായിട്ട് ചന്ദ്രദേവൻ കടന്നു വരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഒരു പകലും രാത്രിയുമായിട്ട് അനുഭവപ്പെടുന്നു. ചൊവ്വാഴ്ച ദിവസം രാവിലെ 6:19 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യദേവനോടൊപ്പം ഉദിച്ചു വരുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം 7:56 വരെ ഉണ്ടായിരിക്കും. സൂര്യോദയം 7:19 7:56 വരെ ആയില്യം നക്ഷത്രം ഉണ്ടായിരിക്കും. പിന്നീട് മകൻ നക്ഷത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവപ്പെടുക. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് മകൻ നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ്. അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അങ്ങനെ മകൻ നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:56 മുതൽ തൃക്കേട്ട, മൂലം, മകയിരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മൂലം നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മകയിരം മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ വളരെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ പുണർദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് നല്ല ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ, കാര്യവിജയം, ബുദ്ധിപരമായ വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്ര ജാതകർക്ക് ഇപ്രകാരമുള്ള മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും കാര്യവിജയവും ബുദ്ധിപരമായ വിജയമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനം, കുടുംബം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നേട്ടവും വന്നു ചേരുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഈ 7 നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക. തൃക്കേട്ട, മൂലം, മകയിരം, പുണർദ, മുക്കാല്, അശ്വതി, ഭരണി, ആയില്യം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ഉത്രാട നാളുകാരെ സംബന്ധിച്ച് രോഗം, കടം, ശത്രുത എന്നിവയാൽ ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. പൂയം നാളുകാരെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് പുത്ര ദുഃഖത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. രോഹിണി നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് പറയുന്നത്. ജ്യോതിഷം പറയുന്നത് അങ്ങനെയാണ്. പ്രതികൂലമായ നക്ഷത്ര ദിവസത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽപ്പെട്ട് പ്രതികൂലമായ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ ദശാകാലം മോശമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. ദശാകാലത്ത് അപഹാരനാഥൻ പ്രതികൂലമാണെങ്കിൽ അതുപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് വീഡിയോ കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹനങ്ങളൊക്കെ നൽകുക. പ്രോത്സാഹനം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും. അതാണ് എനിക്ക് ചെയ്യുന്നൊരു സഹായം.
ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയം അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ചൊവ്വാഴ്ച ദിവസം ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത, മാറ്റിവെക്കാൻ പാടില്ലാത്ത, അത്യന്താപേക്ഷിതമായ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം വന്നു ചേരുന്ന കാര്യം ചെയ്യുവാൻ വേണ്ടി ചൊവ്വാഴ്ച ദിവസം ശുഭസമയം അറിഞ്ഞിരിക്കണം. ചൊവ്വാഴ്ച ദിവസം ശുഭസമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ 7:49 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. പിന്നീട് 1:49 മുതൽ 3:19 വരെയുള്ള സമയവും ശുഭസമയമാണ്. ചൊവ്വാഴ്ച ദിവസം എല്ലാവർക്കും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയാണ്. കാരണം ചൊവ്വാഴ്ച ദിവസം ഒരു അനുകൂലമായ ശുഭദിനമല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, മാറ്റിവെക്കാൻ പാടില്ലാത്ത, അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:49 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുടെ സമയം. പിന്നീട് 1:49 മുതൽ ഉച്ച കഴിഞ്ഞ് 1:49 മുതൽ 3:19 വരെയുള്ള സമയത്തും ചെയ്യാം. ഓക്കെ. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 8 ഏതൊരു മാസത്തെ 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. പരിഹാരമായിട്ട് പറഞ്ഞിരുന്നത് കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളിലുള്ള, കറുപ്പ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിൽ FP എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ അനുഭവങ്ങളൊക്കെ ചൊവ്വാഴ്ച ദിവസം വന്നു തരുമെന്നാണ് സംഖ്യാജ്യോതിഷത്തിൻ്റെ അവകാശവാദം. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി ചൊവ്വാഴ്ച ദിവസം ധനപരമായ നേട്ടം വന്നു തരുന്ന ആളുകാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം ധനപരമായ നേട്ടം. ധനമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം സാധ്യമല്ല. ധനമില്ലെങ്കിൽ നമ്മൾ എല്ലാവരും വളരെ മനോവിഷമത്തിലാവും, അല്ലേ? ₹1 പോലും കയ്യിൽ എടുക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായും ശാരീരികമായും ഒക്കെ തളരും. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ പുറകോട്ട് ചിന്തിക്കും, മുമ്പോട്ട് ചിന്തിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചിന്തിക്കും, ആകെപ്പാടെ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ചൊവ്വാഴ്ച ദിവസം മകനക്ഷത്രപ്രകാരം പൊരുത്തമുണ്ട്. മകനക്ഷത്ര പൊരുത്തം കൊണ്ട് ധനം വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാർ, അല്ലെങ്കിൽ ₹1 പോലും കയ്യിലില്ലെങ്കിൽ ആരോടെയും ചോദിച്ചാൽ കിട്ടുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ആയില്യം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം ചോദിച്ചാൽ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ഈ ജാതകർക്കുണ്ട്, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കുണ്ട്. ഏതൊക്കെ നക്ഷത്രമാണെന്നൂടെ പറഞ്ഞുതരാം. ആയില്യം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം. ഈ പുണർദം നക്ഷത്രത്തിന് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ധനം വന്നു ചേർന്നാലും പ്രതികൂലമായ അനുഭവം വരുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ഇപ്പം ധനം വന്നു ചേർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും അവരെ തേടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ചിലപ്പോൾ ഒരുമിച്ച് ഒരു ദിവസം വന്നെന്ന് വരത്തില്ല. കുറച്ച് കാര്യങ്ങളിൽ നേട്ടമാണെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും. അതും അറിഞ്ഞിരിക്കണം. ഇനി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ്. ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ളൂ. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തികം, മുക്കാൽ, രോഹിണി, മകയിരം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറുകാർക്കും പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം, കാല, പൂയം, ആയില്യം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നത്. ഇനി മറ്റു പ്രധാനപ്പെട്ട നേട്ടങ്ങൾ പറഞ്ഞുതരാം. മേടക്കൂറുകാരെ സംബന്ധിച്ച്, മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിപരമായ വിജയം, കാര്യവിജയം, ഭരണശേഷിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനയോഗം, ധനനേട്ടം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയൊന്നും വരാതെ ഒരു ആശ്വാസത്തിൻ്റെ അനുഭവം അവരിൽ എത്തിച്ചേർന്ന് അങ്ങനെ ഒരു സാധാരണ ജീവിതാനുഭവമായി അങ്ങ് പോകും. കാരണം 12-ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ രോഗം വരാം, മാതൃക്ലേശം അനുഭവപ്പെടാം, പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. പക്ഷെങ്കിൽ
വലിയ കാര്യമായ ദോഷമൊന്നും വന്നു ചേരാതെ സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായ ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങളും അവർക്ക് വന്നു ചേരും. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ അഞ്ചം കേട്ട നാളുകാർക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് അതിൻ്റേതായ നേട്ടത്തിൻ്റെ പുറത്ത് അവരുടെ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും എല്ലാം നല്ല രീതിയിൽ പോകും. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ അവരുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ്. അതുകൊണ്ട് ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യതയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് കുഴഞ്ഞു മറിഞ്ഞൊരു ജീവിതാനുഭവത്തിൽ കൂടി പോകും. ബുദ്ധിപരമായ പരാജയങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യവിജയം ഉണ്ടാകണമെന്നില്ല. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ തിക്താനുഭവങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുംഭക്കൂറുകാർ. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അവർക്ക് ആ ഒരു നേട്ടം കിട്ടും. മീനക്കൂറുകാരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളെയുള്ള വലിയ പ്രതിസന്ധിയൊന്നും അവരെ അലട്ടാതെ ഒരു പരുവത്തിലൊക്കെ അങ്ങ് കടന്നു പോകും എന്നുള്ളതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടാകും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സേവനങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 7306038152 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ജനനത്തീയതിയും ജനിച്ച സമയവും നിങ്ങൾ എന്ത് വിഷയമാണ് അഭിമുഖീകരിക്കുന്നത് എന്നുള്ളൊരു സൂചനയും കൂടി തന്നാൽ ആ വിഷയം എന്തുകൊണ്ടുണ്ടായി, എപ്പോൾ അവസാനിക്കും, എന്താണ് അതിൻ്റെ പരിഹാരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ രക്ഷപ്പെടുത്താം. ഞാൻ 500 രൂപ ദക്ഷിണയും വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് ജീവിക്കണം. ചിലർ പറയും ഞാൻ ജ്യോതിഷം സൗജന്യമായിട്ട് ചെയ്യണമെന്നൊക്കെ പറയും. അതൊക്കെ അവരവരുടെ ചിന്താഗതി അനുസരിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ഈ ലോകത്ത് ചെറിയൊരു രോഗത്തിന് ചികിത്സിക്കുന്നത് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം. ഈ രോഗങ്ങൾ, ഈ 5 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷവും ചിലവാക്കുന്ന രോഗങ്ങൾ നിങ്ങൾ എനിക്ക് ചെറിയൊരു തുക തന്നാൽ ഞാനത് സൗഖ്യമാക്കി തരാം. ഞാൻ ക്യാൻസർ വരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച്, മഹാദേവനോട് പ്രാർത്ഥിച്ച് ക്യാൻസർ വരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എൻ്റെ ഈ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. ഇവിടെ ഈ മുഴ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചാണ് ആ മുഴ മാറ്റിയെടുത്തത്. അത് ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞൊരു മുഴയാണ്. അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അതിൻ്റെ പരിധി വിട്ട് വലുതായി നിൽക്കുകയാണ്, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ മഹാദേവനെ ദിവസവും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായില്ല. എൻ്റെ വിശ്വാസമാണത്. മഹാദേവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മഹാദേവനോട് ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ പൂജാ സമയത്ത് വിളക്കിൽ നിന്നും എണ്ണയെടുത്ത് ആ മുഴയിൽ തിരുമി ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, മഹാദേവൻ്റെ ശക്തിയാൽ ഈ മുഴ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മുഴ മാറിപ്പോയി. അതാണ് എൻ്റെ കാര്യം. അങ്ങനെ എത്രയോ പേർക്ക് ക്യാൻസർ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ചിലർ ദുർവ്യാഖ്യാനം ചെയ്യും. പക്ഷേങ്കിൽ അതങ്ങനെയല്ല. എനിക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഓരോ സഹായമുണ്ട്. ഓരോ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കുറേ കഴിവുകളുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. അത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ചെറുപ്രായത്തിലില്ലാത്തൊരു കഴിവ് ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പം കിട്ടുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ, അത്തം നക്ഷത്ര ജാതകർ ജനിച്ച സമയത്തില്ലാത്ത കഴിവുകൾ അല്ലെങ്കിൽ അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ അവരൊരു 40 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലരൊക്കെ അതിന് മുമ്പ് തന്നെ ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ അവരാഗ്രഹിക്കാത്ത, അവർ പഠിക്കാത്ത ഒരു മേഖലയിലേക്ക് അവർ കടന്നു പോകും. അതൊരു നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അവർ ജനിച്ച നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അത്തം നക്ഷത്ര ജാതകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ആ പ്രായത്തിൽ നിങ്ങൾ പോയ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലല്ല പിന്നീട് നിങ്ങൾ ഏർപ്പെടുന്നത്.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അല്ലെങ്കിൽ അത്തം നക്ഷത്ര ജാതകർ അത്തം നക്ഷത്ര ജാതകർ ഓഫീസ് ജോലി ചെയ്തവർ പിന്നീട് അവർ വക്കീലായിട്ടുണ്ട്. അതുപോലെ തന്നെ പണിക്ക് പോയി സാമാന്യ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ജീവിച്ചൊരു പെട്ടെന്നൊരു പ്രായത്തിൽ ഹിന്ദി ഭാഷ പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു. അവർക്ക് എവിടുന്നാണ് കഴിവ്? ഒരു സ്കൂളിൽ പോയി വാട്സപ്പിൽ കൂടെ പൈസ കൊടുത്ത് പഠിച്ചതൊന്നുമല്ല. അവർക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനുള്ളൊരു ശക്തി അവരിൽ. അത് ദശാകാലത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തരിലും ഉണ്ടാകും. അതിനെ നമ്മൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ചിലരൊക്കെ ആ സമയത്ത് നല്ല ഗായകരാകും, പാട്ടുകാരാകും, കലാപരമായ കഴിവുകളിൽ അവരിൽ വന്നു ചേരും. അതൊക്കെ ജനന സമയത്തുള്ള ദശാകാലനാഥൻ എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോഴവരിൽ വന്നു ചേരും. അതാണ്. അതിപ്പം പരിഹസിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ആത്മീയതയുള്ളവർക്കാണ്, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളേതെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങളുടെ ജനനതിഥി, ജനിച്ച സമയം, സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക. എന്ത് വിഷയമാണെങ്കിലും ആ വിഷയം കൂടി ബോധിപ്പിക്കുക. ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ചെയ്തു തരാം, പരിഹരിച്ചു തരാം. ഓക്കെ, നന്ദി, നമസ്കാരം.